അർജുൻ ആയങ്കിക്കായി തൃശൂരിൽ വ്യാപക തിരച്ചിൽ. അർജുൻ ആയങ്കിയുടെ സഹോദരൻ അഖിൽ പിടിയിലായി. അടിയന്തര സാഹചര്യമുണ്ടായാൽ അർജുൻ ആയങ്കിയെ വെടിവെക്കാൻ നിർദ്ദേശം. അതേസമയം അർജുൻ ആയങ്കി കാറിൽ പാലിയേക്കര ടോൾ പ്ലാസ കടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അർജുൻ ആയങ്കിക്കായി തൃശൂരിൽ വ്യാപക തിരച്ചിൽ തുടരുകയാണ്. അർജുൻ ആയങ്കിയുടെ സഹോദരനായിട്ടുള്ള അഖിൽ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. എന്തായാലും അടിയന്തര സാഹചര്യം എന്തെങ്കിലും ഉണ്ടായാൽ അർജുൻ ആയങ്കിയെ വെടിവെക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും അർജുൻ ആയങ്കി കാറിൽ പാലിയേക്കര ടോൾ പ്ലാസ കടക്കുന്ന ദൃശ്യങ്ങളൊക്കെയും പുറത്തു വന്നിട്ടുണ്ട്. ഊർജിതമായ തിരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത്. കേരള പോലീസിനെ ഒന്നാകെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കിക്കായാണ് ഇപ്പോൾ വ്യാപക തിരച്ചിൽ നടത്തുന്നത്. തൃശ്ശൂരിൽ അർജുൻ ആയങ്കിയുടെ മൊബൈൽ ലൊക്കേഷനൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ വ്യാപക തിരച്ചിലൊക്കെ ആരംഭിച്ചത്. എന്തായാലും അർജുൻ ആയങ്കിയുടെ സഹോദരനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, പിടിയിലായിട്ടുണ്ട്. എന്തായാലും അടിയന്തര സാഹചര്യം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അർജുൻ ആയങ്കിയെ വെടിവെക്കാൻ ഒരു നിർദ്ദേശം ഒക്കെ നൽകിയിരിക്കുന്നു. അതേസമയം അർജുൻ ആയങ്കി കാറിൽ പാലിയേക്കര ടോൾ പ്ലാസ കടക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വ്യാപകമായ ഒരു അന്വേഷണമാണ് നഗരത്തിലൊട്ടാകെ പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. കേരള പോലീസിനെ ഒട്ടാകെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കിക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും സഹോദരൻ അഖിലിനെ പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. എന്തായാലും വ്യാപകമായ തിരച്ചിലാണ് നഗരത്തിൽ ഒട്ടാകെ ഇപ്പോൾ പോലീസ് നടത്തുന്നത്. മൊബൈൽ ടവർ ലൊക്കേഷനൊക്കെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അർജുൻ ആയങ്കി തൃശ്ശൂരിൽ തന്നെയുണ്ട് എന്നൊരു സൂചനയൊക്കെ പോലീസിന് ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ ഊർജിതമായ അന്വേഷണം തുടങ്ങിയത്. ഇതേ തുടർന്നാണ് സഹോദരൻ അഖിലിനെയും പിടികൂടിയിട്ടുള്ളത്. എന്തായാലും എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉടൻ തന്നെ അർജുൻ ആയങ്കിയെ വെടിവെക്കാൻ ഒരു നിർദ്ദേശമൊക്കെ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. എന്തായാലും കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. വ്യാപകമായ തിരച്ചിലും നടത്തിയിരിക്കുകയാണ്. കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ വെടിഞ്ഞ രാജേഷ് യഥാർത്ഥ ഹീറോ എന്ന് ഹൈക്കോടതി. രാജേഷിന്റെ സ്നേഹം സമാനതകളില്ലാത്തതാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരാമർശിച്ചു. മഹത്തായ സ്നേഹത്തിന്റെ മാതൃകയാണ് രാജേഷ്. രാജേഷിന്റെ കുടുംബത്തിന്റെ വിഷമതകളിൽ സർക്കാർ അനുയോജ്യ നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ പരാമർശം. തന്റെ ലൈഫ് ബോട്ട് മറ്റൊരാൾക്ക് നൽകിയാണ് രക്ഷാപ്രവർത്തനത്തിനിടെ രാജേഷ് മാതൃകയായത്. അർജുൻ ആയങ്കിക്കായി തൃശൂരിൽ വ്യാപക തിരച്ചിൽ തുടരുകയാണ്. സഹോദരൻ അഖിലിനെയും പിടികൂടിയിട്ടുണ്ട്. എന്തായാലും അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അർജുൻ ആയങ്കിയെ വെടിവെക്കാനൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, എന്തായാലും വ്യാപകമായ തിരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ ആയങ്കിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അരുണിമ, കഴിഞ്ഞ 4 മണിക്കൂറിലധികമായി തൃശൂർ സിറ്റി പോലീസ് നഗരത്തിലും പരിസര പ്രദേശങ്ങളും വ്യാപക തെരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ ആയങ്കിയെ പിടികൂടാനായി നമുക്കറിയാം, വൈകിട്ട് 5 മണിയോടെ തൃശൂർ അമല ഭാഗത്തു നിന്നാണ് അർജുൻ ആയങ്കി സഞ്ചരിച്ച വാഹനത്തെ പോലീസ് പിന്തുടർന്ന് തൃശൂർ നഗരം വരെ എത്തി. ഒടുവിൽ വാഹനം പിടികൂടുകയും ചെയ്തു. വാഹനം പിടികൂടിയപ്പോൾ വാഹനത്തിൽ അർജുൻ ആയങ്കി ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് എവിടെയോ രക്ഷപ്പെട്ടതാകാമെന്നുള്ളൊരു
നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പാലക്കാട് മലപ്പുറം ഭാഗത്തു നിന്നാണ് തൃശൂർ ഭാഗത്തേക്ക് അർജുൻ ആയങ്കി എത്തിയതെന്നുള്ള വിവരമാണ് പോലീസ് ലഭിക്കുന്നത്. ഇതിനിടയിൽ ഒരു തവണ വാഹനം മാറി ഒടുവിൽ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തിനടുത്ത് വെച്ചാണ് അർജുൻ ആയങ്കി എത്തിയ വാഹനം പിടികൂടുന്നത്. പോലീസ് ഡസ്റ്റർ വാഹനമാണ്. ഈ വാഹനത്തിൽ നിന്നാണ് അർജുൻ ആയങ്കിയുടെ സഹോദരൻ അഖിലിനെയും ഒരു വനിതയെയും കൂടി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അവരെ ഇപ്പോൾ തൃശൂർ പോലീസ് ക്ലബിൽ എത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ്. ഈ അർജുൻ ആയങ്കി ഉപയോഗിച്ചെന്ന് കരുതുന്ന മൊബൈൽ ഫോൺ സഹോദരന്റെ പക്കൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. നിലവിൽ അർജുൻ ആയങ്കി എവിടെയാണ് എന്നുള്ളൊരു വിവരം പോലീസിനും ഇല്ല. പോലീസ് എന്തായാലും വ്യാപക പരിശോധന നടത്തുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലും KSRTC ബസ് സ്റ്റാൻഡിലും ഉൾപ്പെടെ വ്യാപകമായ രീതിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ സ്ക്വാഡ് ഉൾപ്പെടെ തൃശൂർ സിറ്റി ACP ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോഴും പരിശോധന തുടരുകയാണ്. എന്തായാലും പിടികൂടാനാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് തൃശൂർ സിറ്റി പോലീസ് ഉള്ളത്. അതിനിടെ രമേശ് ചെന്നിത്തല തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അല്പം മുമ്പ് രമേശ് ചെന്നിത്തലയോട് മാധ്യമങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ പോലീസിന്റെ പണി കൃത്യമായി ചെയ്തുകൊള്ളും എന്നുള്ള ഒറ്റ വാക്കിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എന്തായാലും അത്യാവശ്യ ഘട്ടത്തിൽ അടിയന്തര സാഹചര്യം വന്നാൽ തോക്കടക്കം ഉപയോഗിക്കാനുള്ള ഒരു നിർദ്ദേശവും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അർജുൻ ആയങ്കി തിരിച്ചാക്രമണം നടത്തുകയോ പിടികൂടാനാകാത്ത ഒരു ഘട്ടം വരികയോ ചെയ്താൽ തോക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു അനുമതിയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ തൃശൂർ സിറ്റി കമ്മീഷണർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും അർജുൻ ആയങ്കി പിടികൂടാൻ ആകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും ഉള്ളത്. തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യാപക തരത്തിലാണ് നടത്തുന്നത്. ഒരു ഘട്ടത്തിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ അർജുൻ ആയങ്കിയെ പിടികൂടാനാകാത്ത ഒരു ഘട്ടം വരെ വന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് രാത്രി വൈകിയും തെരച്ചിൽ നടത്തുവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും തൃശൂർ ജില്ല വിട്ടു പോകാൻ സാധ്യതയില്ല എന്നുള്ളൊരു നിഗമനം കൂടി പോലീസിനുണ്ട്. അർജുൻ ആയങ്കി ഉപയോഗിച്ചെന്ന് കരുതുന്ന ഫോൺ സഹോദരന്റെ പക്കൽ നിന്നും പോലീസ് കണ്ടെടുത്തിന് ഈ ഫോൺ രേഖകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. മാത്രമല്ല നേരത്തെ നമ്മൾ ടോൾ പ്ലാസയിൽ ഒരു CCTV ദൃശ്യം കാണിച്ചു. പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസ കടന്നു വരുന്ന CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചത്. ആ ദൃശ്യത്തിൽ അർജുൻ ആയങ്കിയും ഉണ്ട്, ഒപ്പം ഒരാളും ഉണ്ട്. അത് സഹോദരനാണെന്നുള്ള നിഗമനം പോലീസ് ഉണ്ട്. എന്തായാലും അതിൽ വ്യക്തത വന്നില്ല. എന്തായാലും പോലീസ് പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്ന വഴി എവിടെ വന്നു, ഈ വാഹനം ഈ അമല നിന്ന് തൃശൂർ നഗരം വരെ എത്തിയതിനിടയിൽ എവിടെയെങ്കിലും അർജുൻ ആയങ്കി ഇറങ്ങിയോ മറ്റേതെങ്കിലും വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിനാണ് ഈ പോലീസ് സംഘം CCTV ഉൾപ്പെടെ ഇപ്പോഴും പരിശോധിച്ചു വരികയാണ്. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും തൃശ്ശൂരിലൊട്ടാകെ വ്യാപകമായ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. അർജുൻ ആയങ്കിയുടെ സഹോദരനെ പിടികൂടിയിട്ടുണ്ട്. എന്തായാലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അർജുൻ ആയങ്കിയെ വെടിവെക്കാനൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും പാലിയേക്കര ടോൾ പ്ലാസ കടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ഊർജിതമായ അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.